ഏതെങ്കിലും ബോട്ടിന് നമുക്ക് പിന്തുടർന്നാലോ? അവരെവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുമല്ലോ, അപ്പം നമ്മളും എത്തിച്ചേരുമായിരിക്കും. 2-3 പ്രാവശ്യം ഇടിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളുടെ ബോട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഡ്രൈവർക്ക് ഞാൻ ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നെതർലാൻഡ്സിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ഗീത്തോൺ എന്ന് പറഞ്ഞൊരു മനോഹരമായിട്ടുള്ളൊരു വില്ലേജിലാണ്. നമുക്ക് കുട്ടനാട് എങ്ങനെയാണോ അതുപോലെയാണ് നെതർലാൻഡ്സുകാർക്ക് ഗീത്തോൺ. ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ആദ്യം തന്നെ പറയാം. ഈ വില്ലേജിലെ പോപ്പുലേഷൻ 2620 ആൾക്കാരാണ്. ഇവിടുത്തെ വീടുകളിലേക്ക് പോകാനായിട്ട് റോഡൊന്നുമില്ല. അപ്പം ഇവിടുത്തെ ഓരോ വീടുകളിലെ ആൾക്കാർക്ക് നമുക്ക് കാറുള്ളതുപോലെയാണ് ഇവിടെ ഓരോരുത്തർക്കും ബോട്ടുള്ളത്. ഓരോ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകാനായിട്ട് ഇവർ ബോട്ട് മാർഗം അല്ലെങ്കിൽ ഒരു കനാലുണ്ട്. കനാൽ വഴിയാണ് എല്ലാ വീടുകളും കണക്ട് ചെയ്യുന്നത്. ആ കനാലിൻ്റെ മേളിൽ കൂടെ ബ്രിഡ്ജസും ഉണ്ട്. നെതർലാൻഡ്സിലെ മനോഹരമായ ഈ സ്ഥലം ആർക്കും അറിയത്തില്ലായിരുന്നു ഒരു കാലത്ത്. 1958 ഒരു ഫാൻഫെയർ എന്ന സിനിമ വന്നതിന് ശേഷമാണ് ഈ സ്ഥലം ഫേമസ് ആയതും അതുപോലെ കുറേ ടൂറിസ്റ്റ് ഈ സ്ഥലം കാണാനായിട്ട് വന്നു തുടങ്ങിയതും. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ കനാൽ വഴിയുള്ള ബോട്ട് യാത്ര. നമുക്ക് ഇവിടുന്ന് ബോട്ട് റെൻറ്റിന് എടുക്കാൻ പറ്റും. ബോട്ട് റെൻറ്റിനെടുത്ത് നമുക്ക് സ്വന്തമായിട്ട് ഈ കനാൽ വഴി ഓടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് കനാൽ ക്രൂയിസ് എടുത്ത് പോകാനും പറ്റും. നമ്മളൊരു ബോട്ട് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അത് 3 മണിക്കാണ്. ഇപ്പോൾ സമയം 2:45 ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 മണിക്ക് ബോട്ട് എടുത്ത് കനാൽ വഴി ഓടിക്കാം. നമ്മുടെ ബോട്ട് കിട്ടാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിൽ വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്ന് പൊതുവെ ആൾക്കാർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് അടയ്ക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു ഡയറക്ഷൻ്റെ ഷീറ്റ് കിട്ടും, അത് മേടിക്കണം. എന്നിട്ട് നമ്മുടെ ബോട്ട് അവർ കാണിച്ചു തരും. പിന്നെ എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. അപ്പം നമുക്ക് നമ്മളിനി ബോട്ട് വാങ്ങിച്ച് ബോട്ടിലേക്ക് പോകാം. ബോട്ട് കിട്ടി. ഇതാണ് നമുക്ക് പോകാനായിട്ടുള്ള ബോട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ട് യാത്ര ആരംഭിച്ചു. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ വില്ലേജിൻ്റെ ആ സൈഡിൽ നിന്ന് ഒരു ലേക്കിലോട്ട് വന്ന് കയറി. 2 മണിക്കൂറത്തെ ബോട്ട് ട്രിപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ ബോട്ട് എടുക്കുമ്പോഴത്തേനും അവർ നമുക്കൊരു മാപ്പ് തരും. അപ്പോൾ ആ മാപ്പാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ അവർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ വേറൊരു ബോട്ടിനെ ഫോളോ ചെയ്ത് പോകരുതെന്ന്. നമ്മൾ ബോട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തായിരുന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. 2 മണിക്കൂറത്തേക്കാണ് നമ്മൾ ബോട്ട് എടുത്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ സമയം അനുസരിച്ച് വേണമെങ്കിൽ 1 മണിക്കൂർ എടുക്കാം, 2 മണിക്കൂർ എടുക്കാം, 3 മണിക്കൂർ എടുക്കാം, 4 മണിക്കൂർ എടുക്കാം. അങ്ങനെ അതുപോലെ തന്നെ പല ടൈപ്പിലെ ബോട്ടും ഉണ്ട്. വിസ്പർ ബോട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ വിസ്പർ ബോട്ട് വേണ്ടെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയ ഇവിടുത്തെ ഓൾഡ് ഫാഷൻഡ് പുങ്ടർ ബോട്ട് കിട്ടും. പുണ്ടർ ബോട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പം അത് കിട്ടും. അല്ലെങ്കിൽ കനോയ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ എടുത്ത് ഈ കനാൽ വഴിയൊക്കെ വന്ന് ഈ ലേക്കൊക്കെ കണ്ടിട്ട് തിരിച്ചു തരാം. ഒരു ഐസ്ക്രീം വിൽക്കുന്ന കട കണ്ടു ലേക്കിൻ്റെ ഒത്ത നടുക്കായിട്ട്.
ഇപ്പോൾ ഭയങ്കര ക്രൗഡഡായി. നമ്മൾ ആ ലേക്കിൽ കണ്ട എല്ലാ ബോട്ടുകളും കനാലിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ നിന്ന് മറ്റേ ബോട്ടിലേക്ക് ഇടിക്കും. ഈ കനാലിന് അത്ര വലിയ ആഴമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇടിയുടെ ഒച്ച കേൾക്കുമ്പോഴത്തേന് നമ്മൾ പേടിച്ചു പോവും. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് 2-3 പ്രാവശ്യം ഇടിച്ചായിരുന്നു. പിന്നെ അങ്ങ് ശരിയായ കൈ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേന് പിന്നെ കുഴപ്പമില്ല. നമ്മൾ ബോട്ട് റെൻറ്റിന് എടുത്തത് എങ്ങനെയാണെന്നുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പം ഇനി ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് നോക്കിയിട്ട് വരാം. ഈ ജർമ്മനിയിലുള്ള ആൾക്കാർ ഈ സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഗീത്തോൺ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മുടെ 2 മണിക്കൂറത്തെ കനാൽ ബോട്ട് യാത്ര തീരാൻ പോവുകയാണ്. നമ്മൾ ബോട്ട് എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി വേണം ഈ സ്ഥലം ഒന്ന് വിശദമായിട്ട് നടന്ന് കാണാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു കുട്ടി ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഒരു കഫേയിൽ നിൽക്കുവാണ് ഞങ്ങളിപ്പോൾ. ഇവിടെ ഒരു ഫ്ലഡ് ഉണ്ടായിരുന്നു, സെയിൻറ്റ് എലിസബത്ത് ഫ്ലഡ് എന്ന് പറഞ്ഞ്. ആ ഫ്ലഡ് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ഒത്തിരി ആടുകൾ മരിച്ചു. അപ്പം അതിൻ്റെ ഒത്തിരി കൊമ്പുകൾ ഇവിടെ കിടന്ന് കിട്ടി. അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ അതിനെ ഗീത്തോൺ എന്ന് പറഞ്ഞ് വിളിച്ചു. അതങ്ങനെ പറഞ്ഞാണ് ഗീത്തോൺ എന്നുള്ള പേര് ഈ സ്ഥലത്തിന് കിട്ടിയത്. പിന്നെ രണ്ടാമത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ കനാൽ ഉണ്ടായതെന്ന്. അപ്പം ഇവിടെ പീറ്റ് മൈനിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഗീത്തോൺ. അപ്പം അങ്ങനെ ഈ മൈൻ ചെയ്ത പീറ്റിനെ അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അവർ കനാൽസ് ഉണ്ടാക്കി. അങ്ങനെയാണ് ഇത്രയും കനാൽസ് ഈ സ്ഥലത്തിന് വന്നത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഈ കനാലിലൂടെയുള്ള ബോട്ട് യാത്രയാണ്. ശരിക്കും അത് എൻജോയ് ചെയ്യും നമ്മൾ. അപ്പം ഞങ്ങൾ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ടൊരു ബോട്ട് റെൻറ്റിനെടുത്തിട്ട് നമ്മൾ തന്നെ ഓടിച്ച് പോകുന്നതാണ്. കാരണം നമ്മൾ കനാൽ ക്രൂസിന് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് വലുതല്ലേ. അപ്പം അതിന് പോകാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞു കനാൽസിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ബോട്ട് എടുത്ത് പോവുകയാണെങ്കിൽ പോകാനായിട്ട് പറ്റും. അങ്ങനെ ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഈ വില്ലേജിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 200 വർഷം പഴക്കമുള്ള ടാച്ച്ഡ് റൂഫുള്ള വീടുകൾ ഒത്തിരി ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ വീട്ടുകാരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബ്രിഡ്ജും അതുപോലെ കനാലൊക്കെയാണ്. അതൊക്കെ അവർ ക്ലോസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. ഈ ഗീത്തോൺ എന്ന നെതർലാൻഡ്സിലെ കുഞ്ഞു വെനീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ജർമ്മനിയിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഞങ്ങൾ രണ്ടുപേരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഗീത്തോൺ. അതുപോലെ തന്നെ ഇനി ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും തീർച്ചയായിട്ടും ഇതും നിങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തണം. ശരിക്കും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണം. യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി മെമ്പേഴ്സുമായിട്ടും. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേന് എനിക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ വരും അടുത്ത വീഡിയോ ഇടാനായിട്ട്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.